വൈശാഖമാസ ഏകാദശി മോഹിനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മെയ് 8 വ്യാഴാഴ്ച ശുക്ലപക്ഷ ഏകാദശി ആയിട്ടുള്ള മോഹിനി ഏകാദശിയാണ്. വ്യാഴാഴ്ചയും ഏകാദശിയും ഒരുമിച്ച് വന്നിട്ടുള്ള ദിവസമാണ്. ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ സകല പാപങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കി സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. ഈ ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തർ മോഹമെന്ന മായാജാലത്തിൽ നിന്നും മുക്തരാകുന്നു. വനവാസ സമയത്ത് സീതയുടെ വിയോഗത്തിൽ ദുഃഖിച്ചിരുന്ന ശ്രീരാമൻ തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ഈ വ്രതം നോറ്റിട്ടുണ്ട്. കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരനും ഈ മോഹിനി ഏകാദശി വ്രതം നോറ്റിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ ഏകാദശിയും പോലെ ചോറും അരി കൊണ്ടുള്ള മറ്റ് പദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. അരിയാഹാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഏകാദശി വ്രതങ്ങളെല്ലാം തന്നെ എടുക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസത്തെ ദശമി ദിവസം കുളിച്ച് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അരിയാഹാരം കഴിച്ച് ഏകാദശി കഴിച്ച് നോൽക്കുക. പിന്നെ ഏകാദശി ദിവസമാണ്. ഏകാദശിയുടെ തലേ ദിവസം ദശമി എന്നാണ് പറയുക. ദശമി ദിവസം കുളിച്ച് ഒരു നേരം അരിയാഹാരം കഴിക്കുക. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴങ്ങളും അരിയാഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. മോഹിനി ഏകാദശി ദിവസം തുളസിയിലകൾ കൊണ്ട് വിഷ്ണു ഭഗവാൻ അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രവും ഭക്ഷണവും ദാനം ചെയ്യാവുന്നതാണ്. കൂടാതെ ഏകാദശിയിൽ മൗനാചരണം നടത്തുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. ഈ ഏകാദശി ദിനത്തിലാണ് മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ചത്. അതിനാലാണ് ഈ ദിവസം മോഹിനി ഏകാദശിയായിട്ട് അറിയപ്പെടുന്നത്. അസുരന്മാരെ മോഹിപ്പിച്ച് മോഹിനി രൂപം ധരിച്ച് വിഷ്ണു ഭഗവാൻ അമൃത കലശത്തെ തട്ടിയെടുത്ത് അസുരന്മാരിൽ നിന്നും തന്ത്രപൂർവ്വം അത് തിരികെ ദേവന്മാർക്ക് നൽകി എന്നാണ് പറയപ്പെടുന്നത്. മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റി അവർക്ക് മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും നൽകി അവരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയം. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക, അതായത് 12 മണിക്കൂറാണ് ഈ സമയം. ഈ സമയത്ത് നാമജപം അതിവിശിഷ്ടമാണ്. വിഷ്ണു നാമജപങ്ങൾ ജപിക്കാവുന്നതാണ്. ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് നമ്മൾ നാമങ്ങൾ ജപിക്കുക, പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. മെയ് 8 രാവിലെ 5:57 മുതൽ 7:06 വരെ ഹരിവാസര സമയമാണ്. കൂടാതെ മെയ് 9 നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത്. മെയ് 9 പാരണ വീട്ടി ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പാരണ വീഴേണ്ട സമയം 5:34 മുതൽ 8:16 വരെയാണ്. തുളസി തീർത്ഥം സേവിച്ചിട്ടാണ് പാരണ വീട്ടേണ്ടത്.